നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. IPL ഇന്നത്തെ CSK വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് മത്സരം കാത്തിരിക്കുന്ന ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ: ആ രണ്ട് ലെജൻഡുമാർ കളിക്കുമോ? 5 തവണ വീതം കിരീടങ്ങൾ IPL ചൂടിയിട്ടുള്ള രണ്ട് ലെജൻഡുമാർ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് T20 വേൾഡ് കപ്പ് കിരീടത്തിലേക്ക് നയിച്ച രണ്ട് ക്യാപ്റ്റന്മാർ, അവരിന്ന് കളിക്കുമോ? യെസ്, MSDയും രോഹിത് ശർമ്മയും ഇന്ന് കളിക്കാൻ ഇറങ്ങുമോ? ചോദ്യത്തിന് രണ്ട് ടീമിൻ്റെയും തലപ്പത്തിരിക്കുന്നവർ പറഞ്ഞ മറുപടി, ഇന്നലെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ മറുപടി നമ്മൾ നോക്കിയാണ്. MSDയുടെ കാര്യത്തിൽ മൈക്ക് ഹസി പറഞ്ഞത്, അദ്ദേഹം തന്നിട്ടുള്ള അപ്ഡേറ്റ് ഇങ്ങനെയാണ്: ഹോപ്പ്ഫുള്ളി ഹി വിൽ ബി ബാക്ക് ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ്. അപ്പോൾ അതിൽ തന്നെ ഉണ്ട് അദ്ദേഹം ഇന്ന് കളിക്കാനുള്ള സാധ്യത കുറവാണ്, അത്ര ഉറപ്പില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മുഴുവൻ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഹോപ്പ്ഫുള്ളി ഹി വിൽ ബി ബാക്ക് ആസ് സൂൺ ആസ് പോസിബിൾ. എനിക്കറിയില്ല നാളെ കളിക്കുമോ എന്ന്. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് പറയുകയാണ്, നാളെ കളിക്കില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് കളിക്കില്ല, നാളെ കളിക്കുമോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് കളിക്കുമോ എന്ന് അറിയില്ല എന്നർത്ഥം. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഈസ് ടുമോറോ ഓർ മേ ബി ദി നെക്സ്റ്റ് മാച്ച്. അപ്പോൾ ഈ കളി അല്ലെങ്കിൽ പിന്നെ അടുത്ത കളിയോ എന്നാണ് അദ്ദേഹം മടങ്ങിയെത്തുക എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും: അദ്ദേഹം നന്നായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം തൻ്റെ റണ്ണിങ് സ്പീഡൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രോബബ്ലി അതാണ് ഇപ്പോൾ അദ്ദേഹം സ്റ്റിക്ക് ചെയ്യുന്ന പോയിൻ്റ്. തീർച്ചയായിട്ടും എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്കില്ലിൽ. അദ്ദേഹം വിക്കറ്റ് കീപ്പ് ചെയ്യുന്നതും ബാറ്റിംഗ് ചെയ്യുന്നതും ഒക്കെ നല്ല രൂപത്തിൽ തന്നെയാണ്. പക്ഷേ ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആയിട്ട് അദ്ദേഹം കാണുന്നത് റണ്ണിങ് പവറിനെയാണ്. പ്രത്യേകിച്ച് ഇന്നിങ്സിൻ്റെ അവസാനമൊക്കെ ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ ആ വൺസ് ആൻഡ് ടൂസ് ഒക്കെ ഓടിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാഫ് മസിൽ അത്രയധികം നല്ല രൂപത്തിൽ ഭേദപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം വെയിറ്റ് ചെയ്യുകയാണ്. സോ ആസ് സൂൺ ആസ് ഹി ഈസ് ഗോട്ട് ദി കോൺഫിഡൻസ്, തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ റെഡി ടു ഗോ എന്ന് പറയും. സോ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ബട്ട് വി ആർ വെയിറ്റിംഗ്. ഐ തിങ്ക് ഓൾ ഓഫ് ചെന്നൈ ഈസ് വെയിറ്റിംഗ്. ചെന്നൈ മൊത്തം അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് എനിക്കറിയാം. എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യുകയാണ്. എന്ത് സംഭവിക്കുന്നത് ഉള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. അദ്ദേഹം ഇന്നത്തെ കളി കളിക്കുമോ അതല്ല ഇനി മറ്റൊരു കളിയാണോ കളിക്കാമെന്ന് പറയാൻ പറ്റില്ല എന്നാണ് എന്തായാലും മൈക്ക് ഹസി പറയുന്നത്. യെപ്പ്, ഓക്കെ, ഐ ആം കോൺഫിഡൻറ്റ് ഇൻ മൈ ലെഗ് നൗ എന്ന് അദ്ദേഹം പറയുന്നത് കേൾക്കാനാണ് നമ്മൾ കാത്തിരിക്കുന്നത് എന്നും മൈക്ക് ഹസി പറയുന്നു. ചുരുക്കത്തിൽ നിന്ന് കളിക്കാൻ സാധ്യത കുറവാണെന്നല്ലേ, അതല്ലേ നമുക്കിന്ന് മനസ്സിലാകേണ്ടത്. അതേസമയം രോഹിത് ശർമ്മയുടെ കാര്യത്തിൽ മഹേള ജയവർദ്ധനെ അദ്ദേഹം പറഞ്ഞ മറുപടി, അദ്ദേഹം പറഞ്ഞത് ഹീസ് വർക്കിംഗ് റിയലി ഹാർഡ് ടു ഗെറ്റ് ബാക്ക് അറ്റ് ഇറ്റ്. തിരികെ എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഞങ്ങളുടെ മെഡിക്കൽ ടീം ഓൺ ഡെയിലി ബേസിസ് അദ്ദേഹത്തെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് എങ്ങനെ ഫീൽ ചെയ്യുന്നു അടുത്ത ദിവസം, അതായത് ഇന്നലെ അദ്ദേഹം പറയുകയാണ്, നാളെ അതായത് ഇന്നത്തെ ദിവസം എങ്ങനെ രോഹിത് ശർമ്മയ്ക്ക് ഫീൽ ചെയ്യുന്നു എന്നനുസരിച്ചായിരിക്കും ഇന്ന് കളിക്കുക എന്നുള്ളത്. സോ വി വിൽ മേക്ക് എ ഡിസിഷൻ ടുമാറോ. ഇന്നലെ മഹേള പറഞ്ഞ മറുപടിയാണത്. ഇന്നാണ് തീരുമാനം എടുക്കുകയുള്ളൂ രോഹിത് കളിക്കോ ഇല്ലയോ എന്നുള്ളത്. അദ്ദേഹം നല്ല രൂപത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. സോ ലെറ്റ് സീ ഹൗ ഹി ഫീൽസ് ടുമാറോ ആൻഡ് വാട്ട് ദി മെഡിക്കൽ ടീം വിൽ ടെൽ us എന്ന് മഹേള ജയവർദ്ധനയും പറഞ്ഞു. ചുരുക്കത്തിൽ രണ്ടുപേരും കളിക്കുമെന്നത് ഒരു ഉറപ്പ് നൽകുന്നില്ല കോച്ചുമാർ. ബാറ്റിംഗ് കോച്ച് മൈക്ക് ഹസിയാണ് CSKയുടെ ഭാഗത്തുനിന്ന്, ഇപ്പുറത്ത് മഹേള ജയവർദ്ധനയാണ് സംസാരിച്ച്. രണ്ടുപേരും ഈ രണ്ട് ലെജൻഡുമാർ കളിക്കും എന്ന് സേർട്ടനായിട്ട് അല്ലെങ്കിൽ ഉറപ്പിച്ചങ്ങ് ഷുവറായിട്ട് പറയുന്നില്ല. എന്തായാലും ഇപ്പോൾ ഈ രണ്ടുപേരുടെ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടപ്പോൾ കളിക്കാൻ കൂടുതൽ സാധ്യത MSDയേക്കാൾ രോഹിത്താണെന്ന ഫീലിംഗ് ആണ് എനിക്കുള്ളത്. എന്തായാലും കാത്തിരുന്ന് കാണാം എന്ന് ലെജൻഡുമാർ കളിക്കുമോ എന്നുള്ളത്. വീഡിയോ അവസാനിക്കുന്നത്. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.